ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ മന്ത്ലി നമുക്ക് വാങ്ങാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകൾ, ആഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ, ഇപ്പോൾ ഏതൊക്കെ ലെവലുകളിൽ നമുക്ക് വാങ്ങാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്റ്റോക്കുകളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ HDFC. ഈ HDFCൻ്റെ കേസിൽ ഫണ്ടമെന്റൽ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല, അതെല്ലാവർക്കും അറിയാം. HDFC എന്തുമാത്രം ഫണ്ടമെന്റലി സ്ട്രോങ് ആണെന്നും മാർക്കറ്റിൽ എന്തുമാത്രം അതിൻ്റെ വെയിറ്റേജ് ഉണ്ടെന്നും നോക്കാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് അത് വാങ്ങാൻ പറ്റിയ റേഞ്ച് ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ഈ കറന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 742 എന്ന് പറയുന്ന ലെവൽ എന്ന് പറയുന്ന അത്യാവശ്യം ഒരു സപ്പോർട്ട് സോൺ ആണ്. ഈ സപ്പോർട്ട് സോണിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൽ ഒരു ഏകദേശം 1000 രൂപയിൽ ഉള്ളൊരു പ്രൈസ്, 1000 രൂപയിൽ 2024 ഡിസംബറിൽ ഏകദേശം 1000 രൂപയോളം നിന്ന സ്റ്റോക്കാണ് ഇപ്പോൾ ഏകദേശം 740 രൂപയോളം താന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പലവട്ടം താഴേക്ക് ഇറങ്ങി വന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ടും താഴേക്ക് അതിൻ്റെ പല റീസൺ കൊണ്ടും താഴേക്ക് ഇപ്പോൾ റിസൾട്ട് മോശമില്ലാത്ത റിസൾട്ട് ആയിരുന്നിട്ടും പക്ഷേ കുറച്ചും താഴോട്ട് ഇറങ്ങി. പക്ഷെ എന്നാലും ആ ഒരു സപ്പോർട്ട് സോണിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സപ്പോർട്ട് സോണിൽ നിന്ന് മൂന്നാമത്തെ വട്ടമാണ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ചൊരു ഗ്രാജുവലി ഒരു റിക്കവറി എന്തായാലും ഉണ്ടാവും. ഈ ഒരു ലെവൽ നോക്കുക, താഴേക്ക് ഉള്ള ഒരു പ്രൈസ് ആക്ഷൻ കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ഈ ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാനാണ് കൂടുതൽ. അപ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പം ഈ ഇറാൻ്റെ വാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് താഴേക്കാണ് ഇൻഡെക്സ് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും HDFC എന്തായാലും കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങും. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് ഞാനിപ്പോൾ ഒന്ന് വരച്ചിട്ടേക്കാം. ഇപ്പം നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, 742 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിന് താഴേക്ക് വരുമ്പോൾ 718, 694, 656 നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സപ്പോർട്ട് സോണുകളായിട്ട്. എന്തായാലും ഈ പറഞ്ഞ മാർക്കറ്റ് ഇപ്പം കറന്റ് 24 താഴെയാണ് നിൽക്കുന്നത്. 24,800 അടുപ്പിച്ചാണ് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പം 24,800 താഴേക്ക് ഏകദേശം 24,500 ഒക്കെ, 500 താഴെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഈ ലൈനൊക്കെ പ്രതീക്ഷ മതി. അല്ലാതെ ആ റേഞ്ചിലോട്ട് വരാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ നിലവിലത്തുള്ള മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും HDFCയുടെ പെർഫോമൻസും ഒക്കെ വെച്ചതിന് ശേഷം ഇതെന്തായാലും കുറച്ച് ഇവിടെ നിന്നൊരു ചെറിയൊരു റിവേഴ്സൽ അല്ല, ഇവിടെ നിന്നൊരു റിവേഴ്സൽ സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. കാരണം ഒരു ലോങ് ടൈം ആയിട്ട് ഇത് കൺസോൾട്ടേറ്റ് അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. താഴേക്ക് 2026 ജനുവരി തൊട്ട് താഴേക്ക് ഇറങ്ങി വന്ന് ഒരു പ്രൈസ് റേഞ്ച് താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുന്ന് തീർച്ചയായിട്ടും ഇവിടുന്ന് ഒരു ബൈയിങ് പ്രശ്നം ഉണ്ടാവും. മന്ത്ലി വാങ്ങാനോ വീക്ക്ലി വാങ്ങാനോ ഒക്കെ പ്ലാൻ ഇടുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന റേഞ്ചിൽ നിന്ന് വാങ്ങിയെടുക്കാവുന്നതാണ്. ഈ പറഞ്ഞ 739 അല്ലെങ്കിൽ അതിൽ താഴേക്ക് വരുന്ന സമയത്ത് 719 വരികയാണെങ്കിലോ, അല്ലെങ്കിൽ ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ലൈനിന് മുകളിലാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് ബൈ ചെയ്യാവുന്നതാണ്. ആ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് അതിൻ്റെ മൂവ്മെൻറ്റ് മുകളിലേക്കാണ് എന്നുണ്ടെങ്കിൽ, റാലിക്ക് ചാൻസ് ആണ് എന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഇത് നല്ല രീതിയിൽ ഏകദേശം 1100 രൂപയ്ക്കകത്തൊക്കെ നിന്ന സ്റ്റോക്ക് 750 താഴെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് ബൈ ചെയ്ത് വാങ്ങി ഹോൾഡ് ചെയ്യുന്നവർക്ക് ബെറ്റർ ആണ്. നമ്മളൊക്കെ ഹോൾഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ അഡീഷൻ ചെയ്യുന്നവർക്ക് അഡീഷൻ ചെയ്യാം. ഇതിപ്പോൾ ഒന്നാമത്തെ സ്റ്റോക്ക്. ഓക്കെ, ഇത് HDFC. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഈ വീക്കിലെ കേസാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ജൂലൈ അവസാനം ഓഗസ്റ്റിലേക്ക് ഉള്ള ഒരു ബൈയിങ് സെറ്റപ്പ് ആണത്. നിഫ്റ്റിയുടെ കേസ്, നിഫ്റ്റിയുടെ വാറന്റ് ഇഷ്യൂ ഒക്കെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പറക്കും. ഈ സാധനം നിഫ്റ്റി മേലോട്ട് കയറുമ്പോൾ ഇത് പറക്ക് കണ്ടോണം. ഈ പറഞ്ഞിരിക്കുന്ന 1000 ഒക്കെ ഈസി ആയിട്ട് ടച്ച് ചെയ്യും. പിന്നെ 2 days അത് ടച്ച് ചെയ്യും. നിങ്ങൾ നോക്കുക, സംശയം വേണ്ട, അത്രയേറെ പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കാണ്. അതുകൊണ്ടാണ് അടുത്തത് ഞാനിപ്പോൾ പറയാം. അടുത്ത സ്റ്റോക്ക് ഏതാണ്? അടുത്തത് L&T ആണ്, ലാർസൻ ആൻഡ് ടൗബ്രോ ആണ്. ഇത് സ്റ്റോക്ക് നേരത്തെ നമ്മളത് ഇതിൻ്റെ കേസ് ഞാൻ ബ്രോക്കറിലാണ് ഇവിടുന്ന് ബൈ ചെയ്യേണ്ട സാഹചര്യം, ഇവിടുന്ന് ബൈ ചെയ്ത് തുടങ്ങാമെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെ അവിടുന്ന് മുകളിലോട്ട് പോയി അത്യാവശ്യം ഒരു പ്രോഫിറ്റ് നമുക്ക് ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങാമായിരുന്നു. അതല്ല ലോങ്ങിലേക്കാണ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഇത് താഴേക്ക് വരുന്ന പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് എടുക്കുക എന്നുള്ളത്. സോ നമ്മൾ ലോങ്ങിലേക്കാണ് നോക്കിയിരിക്കുന്നത്. ഒരുപാട് ലോങ് അല്ല, ഒരു 1 quarter മാക്സിമം നമ്മൾ നോക്കും. അതിൽ പൊട്ടൻഷ്യൽ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. നിലവിൽ നിഫ്റ്റി താഴേക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഈ സ്റ്റോക്ക് ഇങ്ങനെ
കറന്റ് ഈ പറയുന്ന എല്ലാൻ്റെ ഇങ്ങനെ നിൽക്കുന്നത്. വേറെ എല്ലാ പൊട്ടൻഷ്യൽ ലൈനും പോകാനുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഈ ഒരു ലൈൻ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു താഴേക്ക് ഇറങ്ങി പോയിട്ട് ഇത് നിഫ്റ്റി മുകളിലേക്ക് കയറിയ സമയത്ത് ഇത് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് ഒന്നും പ്രത്യേകിച്ച് താഴേക്ക് പോകാനായിട്ടൊന്നുമില്ല. നിഫ്റ്റിയുടെ മൂവ്മെന്റ് ആണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. നിഫ്റ്റി 50-ക്കകത്തുള്ള ഒരു സ്റ്റോക്ക് കൂടി ആയതുകൊണ്ട് അതിൻ്റെ മൂവ്മെന്റ് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു 3750 എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് അത്യാവശ്യം നല്ലൊരു മേജർ സപ്പോർട്ടാണ്. ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടിയാണിത്. നിങ്ങൾക്ക് നോക്കിയറിയാം, ഈ ഒരു ലൈനിൽ നേരത്തെ വന്നപ്പോൾ മേലിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വന്ന് അവിടെ നിന്ന് റിജക്ഷൻ എടുത്തിട്ട് നല്ല രീതിയിൽ ഒരു റാലി തന്നിട്ടുണ്ട്. ഒരു റാലി അല്ലെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു മൂവ്മെന്റ് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്. ബൈ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാം. അതിൻ്റെ മൂവ്മെന്റ് എങ്ങനെയാണ് ഇതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുക, 798 800 മേളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. അതല്ല താഴേക്കാണെന്നുണ്ടെങ്കിൽ ലെവൽ വാച്ച് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യാം. നിലവിലത്തെ കണ്ടീഷനിൽ നിഫ്റ്റിയിൽ 24,000 താഴെയാണ്, 23,800 സംതിങ് അടുത്താണ് നിൽക്കുന്നത്. നിലവിൽ 23,800 മുകളിൽ 24,000 ഒക്കെ ടച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇവിടുന്ന് മുകളിലോട്ട് പോകത്തേ ഉള്ളൂ. അതല്ല നിഫ്റ്റിയിൽ ഫർദർ 23,500 ഒക്കെ കാണേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു സോൺ എന്തായാലും താഴേക്ക് വരും. കുറച്ചുകൂടെ എന്തായാലും ഇറങ്ങി താഴോട്ട് വരും. ഇന്നലെ നമ്മൾ കവർ ചെയ്തിരിക്കുന്ന പോർഷൻ തീർച്ചയായിട്ടും കവർ ചെയ്ത് താഴോട്ട് വന്ന് 3,700 വരെയൊക്കെ എല്ലാം താഴെ എന്തായാലും പോകും. അപ്പോൾ നിഫ്റ്റിയുടെ മൂവ്മെന്റ് അനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും. അതല്ലാതെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് പ്രകാരം താഴേക്ക് പോകാൻ യാതൊരു വിധമായിട്ടുള്ള ചാൻസുകളും ഇല്ല. ഈ സ്റ്റോക്ക് സ്ട്രോങ് ആയിട്ടുള്ളതാണ്. ബൈ ചെയ്യേണ്ടുന്നവർക്ക് റെക്കമെൻഡബിൾ ആണത്. ഫണ്ടമെന്റൽ കൂടി നോക്കി, ഫണ്ടമെന്റൽ ഓക്കെയാണ് ഓൾമോസ്റ്റ്. പിന്നെ ഇതിനകത്തുള്ള നെക്സ്റ്റ് ലെവലിലുള്ള അടുത്തതായിട്ട് വരുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകൾ മാത്രം നോക്കി ട്രേഡ് ചെയ്യേണ്ടുന്നവർക്ക് ട്രേഡ് ചെയ്യാം, ഹോൾഡ് ചെയ്യേണ്ടുന്നവർക്ക് ഹോൾഡും ചെയ്യാം. അപ്പോൾ ഇത് നിലവിലത് ബൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ബൈയിങ് സോണിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ബൈ ചെയ്ത് നമുക്ക് ഗ്രാജുവലി ആഡ് ചെയ്ത് മൂവ്മെന്റ് വരുമ്പോൾ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന കണ്ടീഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു റാലി കിട്ടിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന രീതിയിൽ 4,000 ഒക്കെ എന്തായാലും കവർ ചെയ്യും. മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 4,000 കവർ ചെയ്യും. അപ്പോൾ നിഫ്റ്റിയുടെ മൂവ്മെന്റ് കിട്ടിയ ദിവസങ്ങളിലൊക്കെ ആണ് ഈ ഒരു വലിയ ക്യാൻഡിലൊക്കെ കാണുന്നത്. ഓക്കെ, എനിവേ അതിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ട്. ബൈ ചെയ്യണമെന്നവർക്കാണെങ്കിൽ ബൈ ചെയ്യാം. ഓക്കെ, അടുത്ത റിലയൻസ്. റിലയൻസിൻ്റെ നമ്മുടെ ആ ഒരു ചാർട്ട്, റിലയൻസിൻ്റെ സെറ്റപ്പിൽ നമ്മുടെ സ്റ്റിക്ക് പാറ്റേണും ചാർട്ടും ഒക്കെ ആ ലൈൻസ് ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടറിയാം. ഓക്കെ, ഈ ലൈനെ റെസ്പെക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ബൈയിങ് കപ്പാസിറ്റി ബൈയേഴ്സ് വരുന്നുണ്ട്. ഈ ലൈനിലേക്ക് വീണ്ടും ബൈയേഴ്സ് നന്നായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഈ 1268 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ബൈ സോണാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, മേളിൽ 1,500 അടുപ്പിച്ച് 1,460 വരെയൊക്കെ 68 വരെയൊക്കെ പോയതാണ്. അവിടെ നിന്നാണ് ഏകദേശം 1,200 സംതിങ്ങിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ക്രൂഡിൻ്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതും അങ്ങനെ കുറേ കാര്യങ്ങളിലാണ്, വാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന റിലയൻസിൽ ഇപ്പം ഒരു എന്താ പറയുക, ഒരു കൺസോൾട്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞുകൂടാ, എന്നാലും വലിയൊരു മൂവ്മെന്റ് കാണിക്കാതെ. അപ്പോൾ ഇപ്പം നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ മൂവ്മെന്റ് ഇതിനെ ഡിപ്പെൻഡഡ് ആണ്. മാത്രമല്ല ഇപ്പം സപ്പോർട്ട് എടുത്തിരിക്കുന്ന സോണ് എന്ന് പറയുന്നത് വീണ്ടും അത് റീടെസ്റ്റ് ചെയ്തിരിക്കുന്ന സോണാണ്. വീണ്ടും അതേ ലൈനിൽ വന്ന് റീടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ബൈ ചെയ്ത് തുടങ്ങുന്നവർക്ക് ബൈ ചെയ്യാം. ഇവിടെ താഴേക്ക് പോയിരിക്കുന്ന സ്റ്റോക്ക് ബൈയേഴ്സ് തിരിച്ച് മേലോട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ബൈയിങ്ങിൻ്റെ ഒരു ബൈയേഴ്സിൻ്റെ ഒരു പ്രസൻസ് ഇതിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിഫ്റ്റിയുടെ മൂവ്മെന്റ് കൂടി പരിഗണിച്ചുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ്, ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ എന്താണെന്ന് നോക്കിയതിന് ശേഷം മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യും. അതല്ല താഴേക്കാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഈ ലൈനിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കുക. ഈവൻ 23 നിഫ്റ്റിയുടെ റേഞ്ച് 23,500 ഒക്കെ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് താഴോട്ട് ഇറങ്ങി ലൈനിലൊക്കെ വന്ന് ടച്ച് ചെയ്യും. അപ്പോൾ നിലവിലത്തെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ച് 23,800 അടുപ്പിച്ചാണ് നിൽക്കുന്നത്. മേജർ ഇഷ്യൂസ് അല്ലെങ്കിൽ വേറെ വാറന്റ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ലൈൻസ് ഒക്കെ നല്ല സപ്പോർട്ട് ലൈനാണ്. നമുക്കിത് നോക്കി അറിയാൻ പറ്റും. 1,600 റേഞ്ചിലൊക്കെയാണ് ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരിയിലൊക്കെ പോയത്. ഓക്കെ, നല്ല പൊട്ടൻഷ്യലിൽ നിൽക്കുകയാണ്. ബൈ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ബൈ ചെയ്യുക. നല്ലൊരു പ്രോഫിറ്റ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഇതിനകത്ത് പറ്റും. സ്റ്റഡി ചെയ്തിട്ട് നോക്കുക. ഓക്കെ.